എല്ലാവരുടെയും പോലെ ഞങ്ങളുടെ ഒരു ദിവസത്തെ വർക്കിംഗ് ഡേയിലെ മോർണിംഗ് ആണ് കേട്ടോ കാണുന്നത്. നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അതാ അമ്മ മുറ്റടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നനയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ ആദ്യം തന്നെ ഓണാക്കി കേട്ടോ. അത് കുറേ പണിയാണല്ലോ, സമയം എടുക്കുമല്ലോ. അപ്പോൾ അതാദ്യം സെറ്റാക്കി അടുപ്പിലാണ് നമ്മൾ ചോറും ചുക്കുവെള്ളവും കാര്യങ്ങളൊക്കെ വെക്കുക. പെട്ടെന്ന് ചോറ് എന്തായാലും നമ്മൾ കറിയൊക്കെ ആകുമ്പോൾ തന്നെ വെക്കും. ഞങ്ങളുടെ കുടംപുളിയാണ് കേട്ടോ, ഇടയ്ക്കൊക്കെ ഓരോന്ന് വീണ് കിട്ടും. അപ്പോൾ ഞങ്ങളത് അടുപ്പുമേലേക്ക് ഇട്ട് ഉണക്കും. പിന്നെ എല്ലാവരുടെയും പോലെ തന്നെ ദേശീയ ഭക്ഷണമായ ദോശയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ദോശ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചിരുന്നു. അപ്പോൾ നമ്മളത് ഫ്ലാസ്കിലേക്കൊക്കെ മുക്കി. പിന്നെ തലേദിവസത്തെ തണുത്ത ചുക്കുവെള്ളം കൂജയിലൊക്കെ ഒഴിച്ച് വെച്ചു കേട്ടോ. ഞങ്ങൾ പുതിയ പ്രാവശ്യം വാങ്ങിച്ച കൂജയാണ്. പിന്നെ നമ്മുടെ ദോശ പരിപാടിയൊക്കെയാണ്. സത്യം പറഞ്ഞാൽ ഈ ദോശ കഴിക്കാൻ ഭയങ്കര കഴിച്ച് മടിയായിരിക്കുന്നു. പക്ഷെ എന്തായാലും ഉഴുന്നൊന്ന് വെള്ളത്തിലിടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മളത് തന്നെ ശരണം, വേറെ നിവർത്തിയില്ലല്ലോ. പിന്നെ നമ്മുടെ ദേശീയ ഭക്ഷണമായതുകൊണ്ട് അച്ഛനും ഏട്ടനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. എനിക്കും അമ്മയ്ക്കും മാത്രമേ ഇതിനോടൊരു ചെറിയ വെറുപ്പുള്ളൂ. പിന്നെ ഇതാ ചമ്മന്തി ഉണ്ടാക്കി, എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മളെ കുട്ടീസിനെ വിളിക്കാൻ വന്നു. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് കിടക്കുക എന്നല്ലേ, ഒരു വിളിക്കുന്നു അവർ എണീക്കൂല. കുറേ ഉരുട്ടി, എല്ലായിടത്തും ഇതന്നെ ഇരിക്കുക അവസ്ഥ അല്ലേ. അപ്പോൾ അങ്ങനെ ഇട്ട് ഉരുട്ടി. അപ്പോൾ നമ്മുടെ റേഡിയോയിൽ സൂപ്പർ പാട്ടൊക്കെ പാടുന്നുണ്ട്. അച്ഛൻ രാവിലെ ഇത് ഓണാക്കൂട്ടോ. അപ്പോൾ അത് കേട്ടിട്ട് കട്ടൻ ചായ കുടിക്കാൻ നല്ലൊരു സുഖമാണ്. തുഞ്ച എണീറ്റ് പോയിട്ടുണ്ട്. ഇതാ തലേ ദിവസത്തെ മത്തിയൊക്കെ അമ്മ നന്നാക്കി വെച്ചെടുത്ത് വെള്ളത്തിലിട്ടു. നമ്മുടെ വെള്ളം അതാ വീണ്ടും തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരിയൊക്കെ കഴുകിയിടുകയാണ് കേട്ടോ. അതാ അമ്മ മുറ്റടിക്കൽ നനയ്ക്കലൊക്കെ കഴിഞ്ഞു വന്നു. മീൻകറി വെക്കാനുള്ള ഒരു ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്, അമ്മയ്ക്കും പോകാനുണ്ട്. ലച്ചുവിനതായ വീണ്ടും ഉരുട്ടി ലാസ്റ്റ് ഉണരാത്ത ലച്ചുവിനെ തോളിലിട്ട് കൊണ്ടുവന്ന് നിർത്തി പല്ലൊക്കെ തേച്ച് സെറ്റാക്കി. അപ്പോൾ പുള്ളിയുടെ ഡ്രസ്സ് ഷർട്ട് ഊരിയിട്ടിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ടു ഫുൾ സെറ്റായിട്ടാണ് ആൾ ചായ കുടിക്കുക കേട്ടോ. 2 ബെഡിലാകെ 2 പുതപ്പൊക്കെയാണ്. അതൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മടക്കിയിട്ടു ശരിയാക്കി. ആയിരിക്കുന്നത് പീലൂട്ടോ, നമ്മുടെ കുഞ്ഞാറ്റയുടെ ലച്ചുവിൻ്റെയും ആദ്യത്തെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. പിന്നെ അത് ആൾ ഷൂ ഒക്കെ ഇട്ട് സെറ്റായി ചായ കുടിക്കാതിരിക്കുന്നുണ്ട്. ഭയങ്കര ആർഭാടത്തിലാണ് ആൾ ചായയൊക്കെ കുടിക്കുക. അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞാറ്റയുടെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. വെള്ളം കുപ്പി അവൾ സ്കൂളിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുക. അപ്പോൾ അതിലേക്ക് കൊണ്ടുപോകാനുള്ള പ്ലേറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ടേബിൾ കൊണ്ടുപോയിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉപ്പേരിയൊക്കെ നടക്കുന്നുണ്ട്. സ്റ്റൗവിലാണ് ഉപ്പേരിയും കാര്യങ്ങളൊക്കെ വയ്ക്കുക. അച്ഛന് പച്ചക്കറി നിർബന്ധമാണ് കേട്ടോ, നോൺ വെജ് അച്ഛൻ കഴിക്കില്ല. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ടുള്ള പച്ചക്കറി ഐറ്റംസാണ്. അപ്പോൾ കറി ചില ദിവസം കറി പോലെ ഉണ്ടാക്കും, ചില ദിവസം കറിയില്ലാണ്ട് സ്റ്റൂക്ക് പോലെ അങ്ങനെയൊക്കെ സെറ്റാക്കും ഓരോന്നും ഒരു ദിവസമല്ല. അതിൻ്റെ ഇടയ്ക്ക് മോട്ടർ ഇട്ടിരുന്നു, അത് നിറഞ്ഞു, ടാങ്ക് നിറഞ്ഞു. അപ്പോൾ നമ്മൾ പോയി മോട്ടറൊക്കെ ഓഫ് ചെയ്തു. പിന്നെ ലച്ചുവിനെയും കുഞ്ഞാറ്റേനെയും ഇതാ അടുത്തോടന്ന് എങ്ങനെയൊക്കെ എണ്ണയൊക്കെ തേപ്പിച്ചു, ഒരു വിധത്തിൽ കുളിപ്പിച്ച് അവരെ റെഡിയാക്കുന്ന രംഗങ്ങളാണ് കേട്ടോ. വലിയൊരു ടാസ്ക്കാണിത് അമ്മമാർക്ക്. അങ്ങനെ നമ്മളതൊക്കെ കൈകാര്യം ചെയ്ത് ഈസിയായി ഹാൻഡിൽ ചെയ്ത് ഇതാ സെറ്റാക്കി ഓരോരുത്തരെ വിടുന്നുണ്ട്. ലച്ചുവിനെ പെട്ടെന്ന് സെറ്റാക്കാം കേട്ടോ. പക്ഷെ നമ്മുടെ കുഞ്ചനെ സെറ്റാക്കണമെങ്കിൽ കുറച്ച് പണിയാണ് ഗൈസ്. ഒരു വിധത്തിൽ കുഞ്ഞാറ്റേനെ റെഡിയാക്കി പിരികൊക്കെ എഴുതി കൊടുത്തു, മുടിയൊക്കെ ചീന്തി ഒരു വിധം റെഡിയാക്കി. അപ്പോഴേക്കും നമ്മുടെ ഇഷ്ടം എന്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ പ്ലേറ്റിലേക്ക് ഓഫ് ചെയ്ത് ശരിയാക്കി. 9:15 സമയം, പെട്ടെന്ന് പോയി ചായ കുടിച്ചു. കാരണം കുളി കഴിഞ്ഞ് വന്നാൽ ചിലപ്പോൾ ചായ കുടിക്കാൻ സമയം കിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്നുണ്ട്, ചീത്തയൊക്കെ പറയുന്നുണ്ട്. ചോറ് എന്ത് കഴിഞ്ഞു. അപ്പോൾ ചോറ് ഊറ്റാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോഴാണ് മറന്നുപോയത്, നമ്മുടെ ലച്ചുവിന് മരുന്ന് കൊടുക്കാനുണ്ട്. അപ്പോൾ അവളെ പിടിച്ചു കൊടുന്നു മരുന്ന് കൊടുത്തു. മറന്നുപോയാൽ കഴിഞ്ഞു കഥ. അങ്ങനെ വേഗം ചെമ്പൊക്കെ കഴുകി വെച്ചു. പിന്നെ ഞാൻ കുളിക്കാൻ ഓടിപ്പോയി, വേഗം കുളിച്ച് വന്നു. ശരബടേന്നായിരുന്നു. ഷൂ എന്നൊക്കെ ആക്കി മുടിയൊക്കെ കെട്ടി ഷോളൊക്കെ കുത്തി വേഗം ലച്ചുവിനെ ഇരുത്തുന്ന ബാഗൊക്കെ എടുത്ത് ലച്ചുവിനെ കുട്ടികളെ ക്യാരി ചെയ്യുന്ന ബാഗിൽ അത് ഫ്രണ്ടിലോട്ടാണ് ഇടുക. ഞാനത് ബാക്കിൽ ഇട്ടിട്ട് ആദ്യം ലച്ചുവിനെ കയറ്റും കേട്ടോ, എന്നിട്ട് കുഞ്ഞാറ്റേനെ കയറ്റും. അങ്ങനെയാണ് ഞങ്ങൾ പോവുക. അതാ ഞാൻ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി. ഫസ്റ്റത്തെ 2 സ്റ്റാർട്ടാവാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ബാറ്ററിക്ക് ചെറിയൊരു കംപ്ലയിൻ്റ് ആയിട്ട്. എന്താണെന്നറിയില്ല, ശരിയാക്കിയതായിരുന്നു. പിന്നെ ഒരു ചെറിയ കംപ്ലയിൻറ്റ് വന്നു. അപ്പോൾ അതാ ബാഗിൽ അച്ഛൻ ഇരുത്തി തരികയാണ് ചെയ്യുക, ലച്ചുവിനെ ഇരുത്തുന്നത്. അതിന് ശേഷം അതാ കുഞ്ഞാറ്റ കയറി ഞങ്ങൾ പോകാൻ തുടങ്ങി. നമ്മുടെ ലച്ചുവിനെ തറവാട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ സ്കൂളിൽ പോവുക കേട്ടോ. അവളെ 8ാം മാസം മുതൽ അമ്മയുടെ അടുത്താക്കിയിട്ടാണ് പോവുക. അവൾക്ക് അവിടെ പോയി നിൽക്കാനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അമ്മ എല്ലാവരും പോവല്ലേ, അപ്പോൾ വീട്ടിലാരും ഉണ്ടാവില്ല, തറവാട്ടിലാണ് ആക്കുക. അത് പാപ്പൻ്റെ കടയാണ് കേട്ടോ. അതാ ഞങ്ങൾ തറവാട്ടിൽ വന്ന് കയറി. ലച്ചുട്ടീനെ നയനമോള് വന്ന് വാങ്ങിച്ചു. നയനമോളും കൗസല്യമ്മയും പാപ്പനൊക്കെയാണ് ലച്ചുവിൻ്റെ ഫേവറേറ്റ് ആൾക്കാർ കേട്ടോ. അവിടുത്തെ ആമി വന്നിട്ടുണ്ട്, ആമി അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ കളിക്കാനൊരു കൂട്ടായി. അതിന് ശേഷം ഞാനും കുഞ്ഞാറ്റയും തിരിച്ച് വേഗം സ്കൂളിലോട്ട് പോവുകയാണ്. കുറച്ച് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് മനോജേട്ടനൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം സ്കൂളിലെത്തി. ഇതാ വേഗം സൈൻ ചെയ്തു. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് ഓടുകയാണ്, എക്സാം ടൈമല്ലേ. അപ്പോൾ കുറേ ഓട്ടപ്പാച്ചിലുകളൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് എത്തുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. എൻ്റെ എന്നത്തെയും പോലെ ഒരു ദിവസത്തെ രാവിലെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു.